ഹലോ ഡിയർ സോൾസ്, ഒരു ചെറിയ മോട്ടിവേഷൻ തരാം. കരയാത്തവരായിട്ട് ആരുമില്ലല്ലേ? ഡിയേഴ്സിൻ്റെ കേസിൽ പിന്നെ പറയണോ? ചിലർ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കരയും, ചിലർ ആരും കാണാതെ കരയും, ചിലർ ഉള്ളിൽ കരയും അല്ലേ? ആരും കാണാതെ തലയിണയിൽ ഇങ്ങനെ മുഖം അമർത്തി കരഞ്ഞിട്ടുണ്ടോ? ആരും കണ്ടില്ലെങ്കിലും അതെല്ലാം നിങ്ങളുടെ തലയിണയ്ക്ക് അറിയാം. ഓക്കെ, നമ്മൾ എന്തിനാണ് കരയുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, നമ്മുടെ വിഷമത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ കരച്ചിൽ. വിഷമം നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ ഹാർട്ടിന് ഭയങ്കര ഭാരം അനുഭവപ്പെടും, ഹാർട്ട് പെയിൻ കൂടുതലാവും. അതിനെ ഒഴിവാക്കാനാണ് ശരീരം ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കരച്ചിൽ എന്ന പ്രോസസ്സ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ബയോളജിക്കലി പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ കരയുന്നത് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് കരയുമ്പോൾ കണ്ണിലുണ്ടാകുന്ന കണ്ണുനീരിന് നമ്മുടെ കണ്ണിലുള്ള പൊടിയെയും അഴുക്കിനെയൊക്കെ കളഞ്ഞ് കണ്ണുകളെ വൃത്തിയാക്കി എടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ കണ്ണീര് നല്ലതല്ലേ ഡിയേഴ്സ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? പക്ഷേ നമ്മൾ കൂടുതലും എന്താണ് ചെയ്തിട്ടുള്ളത്? ബാക്കിലോട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. മറ്റാർക്കോ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കണ്ണീര് ഒഴുക്കിക്കളഞ്ഞല്ലേ? നമുക്ക് പ്രയോജനം ചെയ്യുന്ന കുറേ കണ്ണീരിനെ വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞല്ലേ? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കണ്ണീരിന് ഒരുപാട് വിലയുണ്ട്. സ്പിരിച്വലി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ വിഷമം എന്ന നെഗറ്റീവ് ഇമോഷനെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്ത് കളയാൻ ഈശ്വരൻ അനുഗ്രഹിച്ച് തന്ന ഒരു വരദാനമാണ് നമ്മുടെ കണ്ണീര്. എൻ്റെ DM ഒരിക്കൽ എന്നോട് പറഞ്ഞ ഒരു ഡയലോഗ് ഞാനിപ്പോൾ ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. നമ്മുടെ കണ്ണീരിന് കോടി പുണ്യമുണ്ട്. ഒരു പ്രയോജനമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഒഴുക്കിക്കളയാനുള്ളതല്ല. നമ്മളെ മനസ്സിലാക്കാത്ത, സ്നേഹിക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒഴുക്കാനുള്ളതല്ല. ഈ ഒരു ഡയലോഗ് ഞാൻ എന്നും ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുന്നു. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുവാണ്. ഇപ്പോൾ നിങ്ങൾ കരുതും, പിന്നെ വിഷമം വരുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? കരയാതെ മുല്ലപ്പെരിയാർ ഡാമിനെ പോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം ഇതാണ്. വിഷമം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കരയാം. ആരുടെ മുന്നിലാണെന്നറിയോ? നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഈശ്വരൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണീരൊപ്പാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ തയ്യാറാവുന്നവരുടെ മുന്നിൽ. മനസ്സിലായോ? ഇനി സ്പിരിച്വലി അവേക്കൻഡ് ആയ ഒരു DFനെ സംബന്ധിച്ച് അവർക്ക് വിഷമം ഉണ്ടാകാറില്ല. അഥവാ ഉണ്ടായാലും അതിനെല്ലാം ഹാപ്പിനെസ് ആക്കി മാറ്റാനുള്ള ഒരു വലിയ കഴിവും അവർക്കുണ്ട്. അപ്പോൾ താങ്ക് യു.